ഈ ഹോസ്പിറ്റലിൽ നിന്ന് മാറണോ ഉപ്പ എന്ന് ചോദിക്കാൻ, ഇതിനേക്കാൾ സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് പോകണോ എന്ന് ചോദിക്കാൻ ഹോസ്പിറ്റലിന്റെ അധികാരികളെ കണ്ട് ഞങ്ങൾ ലക്ഷങ്ങൾ കെട്ടിവെക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞവർ, ഉപ്പയെ രക്ഷപ്പെടുത്തുമെങ്കിൽ, മോനെ രക്ഷപ്പെടുത്തുമെങ്കിൽ, മകളെ രക്ഷപ്പെടുത്തുമെങ്കിൽ, ഭാര്യയെ രക്ഷപ്പെടുത്തുമെങ്കിൽ, ഭർത്താവിനെ രക്ഷപ്പെടുത്തുമെങ്കിൽ കോടികൾ കോടികൾ ചെലവഴിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞവർ, മരണത്തിന്റെ വിളിയാളം വന്ന് മലക്കുൽ മൗത്തും മലക്കുകളും റൂഹ് പിടിക്കുമ്പോ പുളഞ്ഞുകൊണ്ടിരിക്കുന്നവനോട് ചോദിക്കുന്ന ചോദ്യമാണ്, അഹന്ത നടിച്ചവനെ, കിബർ നടിച്ചവനെ, പൊങ്ങച്ചം കാണിച്ചവനെ, ഈ ഭൂമിയെ പിളർത്തുമാർ, നിന്റെ നടത്തം തോന്നിപ്പിക്കുമാർ ഹുങ്കിന്റെയും അഹങ്കാരത്തിന്റെയും പെരുമാറ്റം നടത്തിയവരെ, രാഷ്ട്രീയ പ്രമുഖന്മാരെ, സാംസ്കാരിക ക്ലബ്ബുകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെന്ന് അവകാശപ്പെടുന്നവരെ, മതത്തിന്റെ മേലാളന്മാരായി അറിയപ്പെടുന്നവരെ, ഈ രാജ്യത്തിന്റെ ഭരണം തന്റെ കയ്യിൽ കിട്ടിയപ്പോ എന്തും ചെയ്തു കളയാമെന്ന് വിചാരിക്കുന്നവരെ, പഞ്ചായത്തിന്റെ ഭരണം നടത്തുന്നവരെ, ജില്ലയുടെ ഭരണം നടത്തുന്നവരെ, മതത്തിന്റെ പേരിൽ മഹലിന്റെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നവരെ, ആരാവട്ടെ, ഒരു വ്യക്തിയോടോ ഒരു സമൂഹത്തോടോ ഒരു സംഘടനയോടോ ഒരു പ്രത്യേക ഗ്രൂപ്പിനോടോ ഉള്ള വൈരാഗ്യമല്ല, അധികാരത്തിന്റെ ഏതൊക്കെ ചെറുതും വലുതുമായ വശങ്ങളുണ്ടോ അതൊക്കെ കയ്യിൽ കിട്ടിയപ്പോ ഞാനെന്ന് ഭാവം നടിച്ചുകൊണ്ട് പലതും നേടാം, പലതും എനിക്ക് ചെയ്തു കളയാൻ പറ്റും, എന്റെ അഭിപ്രായം, എന്റെ അവകാശം എന്നൊക്കെ പറഞ്ഞവരെ, വഖീലമൻ റാഖ്, ആരുണ്ട് സമയത്ത് നിനക്ക് വേണ്ടി മന്ത്രിക്കാൻ, വലന്ന അന്നഹുൽ ഫിറാഖ്, അവന് തന്നെ ബോധ്യപ്പെടുകയാണ്, വേർപ്പെടുകയാണ്, ഭൂമിയുടെ പളവളപ്പുമായി, ഭൂമിയുടെ ഐഹികമായ സുഖങ്ങളുമായി, ഇവിടുത്തെ സൗകര്യങ്ങളുമായി, ഇവിടുത്തെ വാഹനവുമായി, കൊട്ടാര സമുച്ചയവുമായി, സൗകര്യങ്ങളുമായി, എന്റെ വേലക്കാരുമായി, എന്റെ ഭൃത്യന്മാരുമായി ഇതാ ഞാൻ വേർപെടുകയാണ്. വലന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസാഖ്, കാലും കാലും തമ്മിൽ കൂട്ടിപ്പിണയുകയാണ്. ഇങ്ങനൊരു ഘട്ടം സുഹൃത്തുക്കളെ നമുക്കൊക്കെ ഇല്ലേ? ഇങ്ങനൊരു ഘട്ടം എനിക്കും നിങ്ങൾക്കുമില്ലേ? അങ്ങനൊരു ഘട്ടത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് സഹായം ലഭിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണോ ഞാനും നിങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. കാരണം മരണത്തോടുകൂടി മൻസിലും മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള ഒന്നാമത്തെ വീട്ടിൽ പ്രവേശിക്കുകയാണ്. ഒരുപാട് വീടുകളിലൂടെ കയറിയിറങ്ങേണ്ടതുണ്ട്. പരലോകമെന്ന് പറയുന്ന സ്വർഗനരകങ്ങൾ നിശ്ചയിക്കുന്നതിന് മുമ്പ് ഒരുപാട് സ്റ്റെപ്പുകളിലൂടെ കയറിപ്പോവേണ്ടതുണ്ട്. അതിലൊന്നാമത്തെ വീടാകുന്ന ഖബറിലേക്ക് റേഷൻ കാർഡിന്റെ ആവശ്യമില്ലാതെ, ക്യൂ സിസ്റ്റം ഇല്ലാതെ, ലൈനു നിൽക്കാതെ, സെപ്പറേറ്റ് ക്യൂ സംവിധാനമില്ലാതെ, വണ്ടിനും തേളിനും പാമ്പുകൾക്കും പുഴുക്കൾക്കും പ്രാണികൾക്കുമൊക്കെ എന്റെ സുന്ദരമായി സൂക്ഷിച്ചു വച്ചിരുന്ന കണ്ണാടിക്ക് മുന്നിൽ ഒരുങ്ങാൻ വേണ്ടി അരമണിക്കൂറും 3/4 മണിക്കൂറും ചെലവഴിച്ചിരുന്ന ചുരിദാറിന് വേണ്ടി, സാരിക്ക് വേണ്ടി, പർദ്ദക്ക് വേണ്ടി, ഷർട്ടിന് വേണ്ടി, അതുപോലെ പാൻസിന് വേണ്ടി, പ്രിയപ്പെട്ടവരെ, മണിക്കൂറുകൾ ഇസ്ത്രിയിടാൻ, അതെന്റെ ശരീരത്തിൽ നിന്ന് ഭംഗിയായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ, തിരിച്ചും മറിച്ചും എന്റെ മുടിയെ വാർന്നൊതുക്കി കെട്ടാൻ സമയം ചെലവഴിച്ചവരെ ഇതാ 6 അടി മണ്ണിൽ വന്നു കിടക്കുകയാണ്. കോടികൾ ദിവസ വരുമാനമുള്ളവർ, നിത്യജീവിതത്തിൽ പ്രയാസങ്ങളുടെ വലിയ മാറാപ്പുകൾ പേറിയവർ, ഒരു ചാൻ വയറിനെ ഭക്ഷണത്തിന് വേണ്ടി വേദരിച്ചവർ, കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയുന്ന ഏതെങ്കിലും വേസ്റ്റ് പാത്രങ്ങളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അല്പം വറ്റി കിട്ടിയിരുന്നെങ്കിൽ ഇന്നത്തെ ഏറ്റവും ചുരുങ്ങിയ ഒരു ചെറിയ വിശപ്പിന്റെ പരിഹാരമാകുമല്ലോ എന്ന് വിചാരിച്ച് കാത്തിരുന്നവർ, പട്ടിയെടുക്കുന്നതിന് മുമ്പ് ഞാൻ ഓടിയെത്തിയാൽ ആ മനുഷ്യൻ കളഞ്ഞിരിക്കുന്ന ഡിസ്പോസിബിൾ പ്ലേറ്റിൽ ബാക്കി കിടക്കുന്ന ഒരു അപ്പത്തിന്റെ ഘട്ടം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് റോഡ് സൈഡിൽ കാത്തിരുന്നവർ, കോടികൾ കൊണ്ട് മാനമാടിയവർ, ലക്ഷങ്ങൾ കൊണ്ട് ആറാട്ട് കളിച്ചവർ, ചൂതാട്ടം ചെയ്തവർ, അല്ലേ, കൊള്ളരുതാത്തതും കൊള്ളിവപ്പും നടത്തിയവർ, ചതിയും വഞ്ചനയും നടത്തിയവർ, കച്ചവടത്തിൽ കൃത്രിമം കാണിച്ചവർ, അങ്ങനെ കുറുക്കുവടികളിലൂടെ ലക്ഷങ്ങളും കോടികളും നേടിയവർ ഇതാ കിടക്കുന്നു 6 അടി മണ്ണിൽ. പുഴുക്കളും പാറ്റകളും തേളുകളും പാമ്പുകളും പ്രാണികളുമൊക്കെ അവന്റെ ശരീരത്തിൽ കയറിപ്പിടിച്ച് കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. ആഖിറത്തിലേക്കുള്ള ഒന്നാമത്തെ വീട്ടിൽ അത് ഞെരുക്കത്തിന്റെ വീടാണ്, അത് പ്രയാസത്തിന്റെ വീടാണ്, അത് സ്വപ്നലോകത്തിന്റെ വീടല്ല. പ്രവാചകൻ പറഞ്ഞ വാക്കുകളെ അങ്ങനെ തന്നെ ജീവിതത്തിൽ പകർത്തുന്നവരാകണം മുസ്ലിങ്ങൾ. അവിടെ ശിക്ഷയുണ്ട്, രക്ഷയുണ്ട്, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കുകയാണ്. ഇത് നിനക്ക് വന്നിരിക്കാനുള്ള സ്ഥലമാണെന്ന് മലക്കുകൾ പറഞ്ഞു തരുകയാണ്.
നരകത്തിന്റെ കവാടങ്ങൾ തുറക്കുകയാണ്, നരകം കാണിക്കുകയാണ്, വേദനിപ്പിക്കുകയാണ്, പ്രയാസപ്പെടുത്തുകയാണ്. ഇതൊക്കെ ഹദീസുകളിൽ കടന്നു വന്ന വാക്കുകളാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. അവിടെ നിന്ന് എഴുന്നേൽക്കേണ്ട ഒരു ദിവസമുണ്ട്, അവിടെ നിന്ന് എഴുന്നേൽക്കേണ്ട ഒരു ദിവസമുണ്ട്. അല്ലാഹു തആല അവന്റെ ആഹ്വാനത്തിന്റെ അടിസ്ഥാനത്തിൽ മലക്ക് കാഹളത്തിൽ ഊതിയാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് കടന്നു വന്നാൽ ജനങ്ങൾ മുഴുവനും എഴുന്നേൽക്കുകയാണ്. ജനങ്ങളോട് ഒരുമിച്ച് കൂടാൻ പറയുന്ന ഭാഗത്തേക്ക് ഒരുമിച്ച് കൂടുകയാണ്. ആരും തർക്കിക്കാൻ നിൽക്കുന്നില്ല. വാനലോകത്ത് ആകാശത്തിന്റെ വിഹായസിൽ പരന്നു പിറക്കുന്ന പറവകളെ പോലെ ഒരൊറ്റ മനുഷ്യനും വിട്ടുപോവാതെ അതാ റബ്ബിന്റെ കോടതിയിൽ അവന്റെ വിളിക്കുത്തരം നൽകി, ശരീരത്തിൽ കാലിൽ ചെരുപ്പണിയാതെ, ശരീരത്തിൽ ഒരു വസ്ത്രത്തിന്റെ നൂല് പോലും അണിയാതെ, ശുദ്ധ പ്രകൃതിയിൽ ചേലാക്രമം നടത്താത്തവരായി, കാലിൽ ചെരുപ്പണിയാത്തവരായി, പ്രിയപ്പെട്ടവരെ, സർവരും വന്നു നിൽക്കുന്ന കോടതി. ഒരു ചാൺമീത കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ പ്രകാശിച്ചു നിൽക്കുമ്പോ അർശിന്റെ തണൽ വിരിച്ചു കൊടുക്കുന്ന ചില വിഭാഗങ്ങൾ സുബ്ഹാനല്ലാഹ്. യുവാക്കളെ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇബാദത്ത് ചെയ്ത് ജീവിച്ച യുവാവ്. വൃദ്ധൻ വയസ്സൻ എന്ന് പറഞ്ഞില്ല, വൃദ്ധ എന്ന് പറഞ്ഞില്ല, വയസ്സത്തി എന്ന് പറഞ്ഞില്ല. ഇല്ല, പിന്നെ പറഞ്ഞതെന്താ? യുവാവ്, യുവതി. അതൊരു പൊതുപ്രയോഗ. യുവാവാകട്ടെ യുവതിയാകട്ടെ, യുവാവാകട്ടെ യുവതിയാകട്ടെ, അതൊരു പൊതുപ്രയോഗ. ആ പ്രയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണം, എന്ത്? നമുക്കൊരു പ്രത്യേക പരിഗണന അല്ലാഹു തആല നൽകുകയാണ്. പള്ളിയുമായി നിരന്തര ബന്ധം പുലർത്തിയവർ മോശപ്പെട്ട പ്രവർത്തനത്തിലേക്ക് ഒരു പെണ്ണ് ക്ഷണിച്ചപ്പോ അല്ലാഹുവിനെ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞവൻ ഇന്നി അഖാഫുല്ലാഹ്. കയ്യിൽ മൊബൈൽ പിടിക്കുന്ന യുവതികളെ, യുവാക്കളെ, ജീവിതത്തിന്റെ ലക്ഷ്യതലങ്ങളെ മറന്നുപോയവരെ, ആറടി മണ്ണിൽ കിടക്കേണ്ടവരെ, അള്ളാഹുവിന്റെ കോടതിയിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടവരെ, ഇതിലൊരു നമ്പർ വന്ന് നമ്മുടെ ബെല്ല് മുടങ്ങുമ്പോ ഫോൺ അറ്റൻഡ് ചെയ്ത് കൊഞ്ചിക്കുഴഞ്ഞവരെ, കാമുകന്റെ മുന്നിൽ രഹസ്യ വർത്തമാനങ്ങൾ സംസാരിച്ചവരെ, ഇക്കിളിപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ കൊണ്ട് തുടങ്ങി അത് വലിയൊരു അപകടത്തിൽ ചെന്ന് ഒരിക്കലും വാപ്പക്ക് സഹിക്കാനാവാത്ത, ഉമ്മക്ക് സഹിക്കാനാവാത്ത വേദനയുടെ ലോകത്തേക്ക് കൊണ്ടുപോയവരെ ചിന്തിച്ചോ. നൊന്ത് പ്രസവിച്ച ഉമ്മയെ കണ്ണീര് കുടിപ്പിച്ച്, നൊന്ത് പ്രസവിച്ച ഉമ്മയെ കണ്ണീര് കുടിപ്പിച്ച്, കഷ്ടപ്പെട്ട് വളർത്തിയ ഉപ്പയെ പ്രയാസപ്പെടുത്തി, ഇന്നലെ പരിചയപ്പെട്ട കാമുകന്റെ ഇക്കിളിപ്പെടുത്തുന്ന വർത്തമാനത്തിന്റെ മായാലോകത്തിൽ അകപ്പെട്ടുപോയി വാപ്പയെയും ഉമ്മയെയും പുറങ്കാലുകൊണ്ട് തട്ടി മാറ്റി കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോയി നെടുമ്പിരി കൊള്ളുന്ന പ്രയാസപ്പെടുന്ന ജീവിതം നയിച്ച് നടുറോട്ടിൽ ആർക്കും വേണ്ടാത്തവളായി ജീവിതത്തെ തള്ളി നീക്കുന്നവരെ കണ്ടിട്ട പോലും ലോകം പഠിക്കാത്ത ലോകത്ത്, ആധുനിക ലോകത്ത് യുവാക്കളെ, യുവതികളെ, ഉമ്മയുടെ ശാപം, ബാപ്പയുടെ ശാപം എന്റെയും നിങ്ങളുടെയും തലക്ക് മീതെ വരാതിരിക്കാൻ ആകാശലോകത്തിന്റെ മേലാപ്പിലേക്ക് കരങ്ങൾ ഉയർത്തി പാതിരാത്രിയിൽ എല്ലാവരും കടന്നുറങ്ങുമ്പോ ലോകത്തിന്റെ രക്ഷിതാവിന്റെ മുമ്പിൽ കണ്ണീരുകൾ പൊടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട ഒരു ലോകത്താണ്, വൈകിപ്പോയ ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെന്നറിയണം. അവർ റബ്ബിന്റെ കോടതിയിൽ ചെന്നു നിൽക്കണം. ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ടെന്ന് വിചാരിച്ചോ, സ്റ്റേജില് എന്റെ പേര്, അഡ്രസ്, ജീവിതത്തിന്റെ രഹസ്യം, പരസ്യം എല്ലാം വെളിവാക്കുന്ന ഒരു സ്ക്രീൻ ഇവിടെ ഉണ്ടെങ്കിൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഉണ്ടെങ്കിൽ ജനകോടികളുടെ മുന്നിൽ സർവ്വതും വെളിവാക്കുന്ന റബ്ബിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും ചെന്ന് നിൽക്കേണ്ടി വരുമെന്ന ബോധമുണ്ടാകണം. ശരി, എന്നിട്ടോ ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കുകയാണ്. ഇതെന്റെ ഗ്രന്ഥമാണ്, ഇതൊന്ന് വായിച്ചു നോക്കിക്കോ എന്ന് പറഞ്ഞ് കൂട്ടുകാരന്മാർക്ക് മുമ്പിൽ നീട്ടിക്കൊടുക്കുന്ന സന്തോഷദായകമായ ഒരു വല്ലാത്ത അനുഭൂതിയുടെ ലോകം വലത് കൈയിൽ ഗ്രന്ഥം വാങ്ങുന്നവർ, ഇങ്ങനൊരു വിചാരണയെ നേരിടേണ്ടി വരുമെന്ന് എനിക്ക് മുമ്പേ അറിയുമായിരുന്നു എന്ന് ആ മനുഷ്യൻ സന്തോഷം കൊണ്ട് പറയുന്ന ലോകം. റോട്ടിൽ വീണ് കിടക്കുന്ന നാണയക്കെട്ടുകളോ നോട്ടുകെട്ടുകളോ എടുക്കാതെ ഞാൻ പോയത് പ്രിയപ്പെട്ടവരെ എല്ലാം കാണുന്ന റബ്ബുണ്ട് എന്ന ബോധമാണ്. ഇക്കിളിപ്പെടുത്തുന്ന വർത്തമാനങ്ങളുമായി മാടി വിളിച്ച പെണ്ണിന്റെ വിളിക്ക് ഉത്തരം നൽകാതിരുന്നത് നാളെ വരാനിരിക്കുന്ന ഒരു ലോകത്തെ ഭയപ്പെട്ടുകൊണ്ടാണ്. തണുപ്പുള്ള ഈ പാതിരാത്രിയിൽ ആരാരുമില്ലാത്ത എന്റെ വീട്ടിൽ
ആടുമേക്കാൻ കടന്നു വരുന്ന ചെറുപ്പക്കാർ ചെറിയ ഷെഡുകൾ കെട്ടി മരുഭൂമിയുടെ ഓരത്ത് താമസിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. വേണമെങ്കിൽ ഈ തണുത്ത രാത്രിയിൽ എന്റെ കട്ടിൽ യുവാക്കളെ കൊണ്ട് ചലിപ്പിക്കാമായിരുന്നു. ആകാശത്തുള്ളവനെ നീ ഇത് കാണുന്നില്ലായിരുന്നുവെങ്കിൽ എന്ന് ജാഹിലിയ കാലത്തെ പെണ്ണുകൾ പാട്ടുപാടിയത് പ്രിയപ്പെട്ടവരെ ആ ബോധം കൊണ്ടായിരുന്നു. കാമുകന്റെയും കാമുകിമാരുടെയും വർത്തമാനങ്ങളിൽ അകപ്പെട്ടു പോയി ചതിക്കുടിയിൽ വീണുപോകാതെ ഞാൻ ഇരുന്നത് അല്ലാഹുവേ ഈ സ്വർഗനരകത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ്. വൃദ്ധയായ എന്റെ ഉമ്മയെ, വൃദ്ധനായ എന്റെ പിതാവിനെ പലരും ചീത്ത പറഞ്ഞപ്പോ നേരമില്ലാതിരുന്നിട്ടും ജോലി ഉപേക്ഷിക്കേണ്ടി വന്നിട്ടും ഗൾഫ് യാത്ര അവസാനിപ്പിക്കേണ്ടി വന്നിട്ടും ആ മാതാവിനും പിതാവിനും ഒത്താശ ചെയ്തു കൊടുക്കാൻ അവരുടെ കൂടെ ഞാൻ നിന്നത് ഭാര്യക്കനിഷ്ടമായിട്ടും മക്കൾക്കനിഷ്ടകരമായി തോന്നിയിട്ടും കുടുംബങ്ങൾക്ക് ഇഷ്ടമില്ലാതിരുന്നിട്ടും എന്റെ വാപ്പയ്ക്ക് വേണ്ടി ഉമ്മക്ക് വേണ്ടി ജോലി പോലും കളഞ്ഞ് ഞാൻ എന്റെ ഉമ്മയുടെ അടുത്തിരുന്നത് അല്ലാ ഈ പരലോകത്തോർത്തുകൊണ്ടാ. പറയാൻ പറ്റൂ? ചിന്തിച്ചോ. വലത് കൈയിൽ ഗ്രന്ഥം വാങ്ങി ഞാനും നിങ്ങളും ചെയ്ത സർവ്വ നന്മകളെയും നോക്കിക്കണ്ടുകൊണ്ട് സുബ്ഹാനല്ലാഹ് ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ എന്ന സന്തോഷം കൊണ്ട്, സന്തോഷദായകമായ ഒരു അനുഭൂതി കണ്ട് അറിയാതെ കണ്ണു നിറഞ്ഞു പോകുന്ന ഒരു വല്ലാത്ത മുഹൂർത്തം. തുടർന്ന് അല്ലാഹു പറഞ്ഞു, എന്നാൽ രണ്ടാമത്തൊരു ടീമുണ്ട്. വഅമ്മാമൻ ഊതിയ കിതാബഹു ബിശ്ശിമാലി, ഇടത് കൈയിൽ ഗ്രന്ഥം വാങ്ങുന്നവർ. ഫയഖൂലു യാ ലൈതനി ലമൂത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ മാ അഗ്നാ അന്നി മാലിയ ഖലഖ അന്നി സുൽത്താനിയ ഖുദൂ ഫഗുല്ലു തുമ്മൽ ജഹീമ സല്ലു. പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗമാണ്, സൂറത്തുൽ ഹഖയിലെ പ്രയോഗങ്ങളാണ്. സുഹൃത്തുക്കൾ എന്താ പറഞ്ഞത്? ഇടത് കൈയിൽ പിറകിലാക്കി വാങ്ങുന്ന ഗ്രന്ഥം. സുബ്ഹാനല്ലാഹ്, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, തൗഹീദിന്റെ വെളിച്ചം തന്ന നാഥ നിനക്കാകുന്ന സർവസ്തുതിയെന്ന ഈ ബോധമുള്ള സമയത്ത് ആവർത്തിച്ച് പറയാൻ ഞങ്ങൾ റെഡിയാണല്ലാ. അല്ലാഹു അക്ബർ, നീയാണ് വലിയവൻ. അല്ലാഹു അക്ബർ, നീയാണ് വലിയവൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. നിന്നെ എത്ര സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചാലും മതിയാവില്ലല്ലാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എല്ലാ കഴിവും കാര്യവും നിന്റെ അടുക്കൽ നിന്നാണല്ലാ. ഓർത്തോ അല്ലാനെ, ഓർത്തോ. ചുണ്ടുകൾ ദിക്റുകൾ കൊണ്ട് നിറഞ്ഞ് സന്തോഷത്തിന്റെ ഒരു മുഖമായി എന്റെയും നിങ്ങളുടെയും മുഖം മാറട്ടെ. ദിക്റുകൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും മുഖരിതമാകട്ടെ എന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും. 130 കോടി മനുഷ്യർ ഇന്ത്യയുടെ മണ്ണിലുണ്ടെങ്കിൽ അതിൽ നിന്ന് അല്ലാഹു തെരഞ്ഞെടുത്ത തൗഹീദ് ലഭിച്ച ഏകദൈവ വിശ്വാസത്തിന്റെ വക്താക്കളായി മാറാൻ ഒരു മനുഷ്യരോടും വൈരാഗ്യമില്ലാതെ, വിദ്വേഷമില്ലാതെ, അയൽപ്പക്കക്കാരന്റെ ചോരയും നിറവും അവന്റെ തടിയും വണ്ണവും ജാതിയും വർഗവും വർണ്ണവും ഒന്നും നോക്കാതെ ആത്മാർത്ഥമായി അവരെ സ്നേഹിക്കുമ്പോൾ തന്നെ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത റൂട്ടിലേക്ക് അവർ ക്ഷണിക്കുമ്പോൾ ഇല്ലെന്ന് പറയാൻ, അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്ത പൊരുത്തമില്ലാത്ത ബഹുദൈവാരാധനയിലേക്ക് ക്ഷണിച്ചപ്പോ ഇല്ലെന്ന് പറയാൻ ആണത്തം കാണിക്കാൻ ധൈര്യം തന്ന, സ്ഥൈര്യം തന്ന ലോകത്തിന്റെ രക്ഷിതാവേ നിനക്കാണ് സർവസ്തുതി. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എത്ര കോടി മനുഷ്യരാ ലോകത്തിൽ, അതിൽ നിന്ന് അല്ലാഹു തെരഞ്ഞെടുത്തു തൗഹീദ് നൽകി. ഇത് ചില്ലറ വിഷയമല്ല, ഇത് നിസ്സാരമായ കാര്യമല്ല. ഓർക്കുക, അതാണ് പരലോകത്ത് അല്ലാഹുവിന്റെ സ്വർഗലോകത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ആദ്യത്തെ മാനദണ്ഡമായി കടന്നു വരുന്നത് എന്ന് ഞാനും നിങ്ങളും അറിയുക. എന്നിട്ടോ വിറക്കുന്ന കരങ്ങളുമായി, കറുത്തിരിണ്ടു പോയ മുഖവുമായി, താന്നു കിടക്കുന്ന ദൃഷ്ടികളുമായി, ഉയർത്താനാവാത്ത കടുത്തുമായി, ശിരസ്സുമായി അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുന്ന മനുഷ്യൻ, കോടികൾ കോടികൾ ആസ്തിയുള്ളവൻ, അവൻ പറയുന്ന വാക്കാണ് അല്ലാഹു പറഞ്ഞത്, മാഗ്നാ അന്നി മാലിയ, എന്റെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ടില്ല. ഖലഖ അന്നി സുൽത്താനിയ, സർവ്വാധികാരങ്ങളും നഷ്ടപ്പെട്ടു പോയല്ലോ, സർവ്വ അധികാരങ്ങളും നഷ്ടപ്പെട്ടു പോയി. ഇവിടെ അധികാര കസേരയിൽ ഇരുന്നവരെ കോടികൾ കോടികൾ ദിവസ വരുമാനങ്ങളായി, മാസവരുമാനങ്ങളായി എണ്ണിത്തീർത്തവരെ, എത്ര പറമ്പുണ്ടെന്ന് ചോദിച്ചാൽ മക്കളോട് ചോദിക്കണമെന്ന് പറയുന്നവരെ, എത്ര സ്വത്തുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കൊറ്റക്ക് പറയാൻ അറിയില്ലെന്ന് പറയുന്നവരെ, ബാങ്ക് ബാലൻസ് എത്രയുണ്ടെന്ന് ചോദിച്ചാൽ നോക്കിയിട്ടേ പറയാനാവൂ എന്ന് പറയാൻ മാത്രമുള്ള ആസ്തിയുള്ളവരെ, ആരടി മണ്ണിലേക്ക് പോയി പാരത്രിക ലോകത്ത് റബ്ബിന്റെ കോടതിയിൽ ചെന്നു നിന്ന് അരിശിന്റെ തണല് ലഭിക്കാതെ ഇടത്തെ കൈയിൽ ഗ്രന്ഥം വാങ്ങേണ്ടി വന്ന
ആ കത്തിജ്വലിക്കുന്ന അഗ്നികുണ്ടാരത്തിലേക്ക് ആർപ്പുവിളികളും നെടുവീർപ്പുകളും തേങ്ങിക്കരച്ചിലും അട്ടഹാസങ്ങളും മാത്രം കേൾക്കുന്ന അഗ്നിജ്വാലകൾ ഒട്ടകക്കൂട്ടങ്ങൾ നടന്നു വരുന്നത് പോലെ തീപ്പൊരികൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന വലിയ അഗ്നികുണ്ടാരത്തിലേക്ക് ആർത്തു വിളിച്ചാലും ആർക്കും കേൾക്കാനാകാത്ത വിധത്തിൽ ഒരു നിമിഷം പോലും ഒരു സെക്കൻഡ് പോലും ആ നരകത്തിന്റെ അഗ്നികുണ്ടാരത്തിൽ രക്ഷപ്പെടാനാവാതെ വിറങ്ങലിച്ചു നിന്ന് സുമ്മലയമൂത്ത് ഫീഹാ വല യഹ്യ, ജീവിക്കാൻ അനുവദിക്കാത്ത, മരിക്കാൻ അനുവദിക്കാത്ത, തൊലികൾക്ക് 40 മുഴം വലിയ വലിയ കട്ടി കൊടുത്തുകൊണ്ട് പല്ലുകൾക്ക് ഉഹുദ് മലയോളം വലിപ്പം നൽകി ഷോൾഡറുകൾക്ക് ദിവസങ്ങളോളം നടക്കാൻ വലിപ്പമുള്ള ഭീകരമായ ഒരു മനുഷ്യ ജന്തുവാക്കി നരകത്തിന്റെ അഗാധഗർത്തത്തിലേക്ക് തള്ളിയിട്ട് നിന്നെ വേവിച്ചെടുക്കുമ്പോ വെണ്ണീറായി പോവാതെ, കത്തിക്കരിഞ്ഞ് കരിക്കട്ടയായി പോവാതെ വീണ്ടും വീണ്ടും എഴുന്നേറ്റ് നിർത്താൻ, തൊലികൾ കരിഞ്ഞു തീരുമ്പോ വീണ്ടും തൊലി നൽകി വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന അള്ളാഹുവിന്റെ അഗാധഗർത്തമാകുന്ന നരകത്തിന്റെ അഗ്നികുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അതിനാണ് ഈ സെമിനാർ, അതിനാ ദഅവത്ത്, അതിനാ പ്രബോധനം. സടകുടഞ്ഞെഴുന്നേറ്റ് സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങുക. ഉറങ്ങിക്കിടക്കുന്നവരെ വലത് കൈയിൽ പരിശുദ്ധ ഖുർആനും ഇടത് കൈയിൽ അള്ളാഹുവിന്റെ ഖുർആനിന്റെ വ്യാഖ്യാനമാകുന്ന ഹദീസും കൈമുതലാക്കിക്കൊണ്ട് അന്ധകാരത്തിലും ഇരുട്ടിലും അധർമ്മത്തിലും കൂപ്പുകുത്തിക്കിടക്കുന്ന മനുഷ്യർക്ക് മുന്നിലേക്ക് ചെന്ന് ഖുർആനിന്റെ വെളിച്ചം ഓതിക്കൊടുത്ത്, ഹദീസിന്റെ വചനങ്ങൾ ഓതിക്കൊടുത്ത്, അള്ളാഹുവിന്റെ വചനാമൃതങ്ങൾ ഓതിക്കേൽപ്പിച്ച് ഈ വെളിച്ചത്തിലേക്ക്, നീതിയിലേക്ക്, സത്യത്തിലേക്ക്, ധർമ്മത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുവാൻ ഇനിയും മടിച്ചു നിൽക്കുന്നവരെ, അറച്ചു നിൽക്കുന്നവരെ, സമൂഹം എന്ത് പറയുമെന്ന് വിചാരിക്കുന്നവരെ, നൂലാമാലകൾ പലതുമുണ്ടെന്ന് വിചാരിക്കുന്നവരെ, ഇല്ല, സെൽഫികൾ കുറച്ച മുഖമേ ഉള്ളൂ, ഉള്ളും പുറവുമെന്നാണ്, രാത്രിയും പകലുമെന്നാണ്. ഇതൊരു തുറന്ന പുസ്തകമാണ്, ആർക്കും പരിശോധിക്കാം. ഇതിന്റെ സെന്ററുകളും കേന്ദ്രങ്ങളും ആർക്കും പരിശോധിക്കാം. ഞങ്ങൾ കുറച്ച അജണ്ടയേ ഉള്ളൂ. ഞങ്ങൾ വിചാരിക്കുന്ന സത്യത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക. ലാ ഇക്റാഹ ഫിദ്ദീൻ, ഈ മതത്തിൽ ബലാത്കാരമില്ല. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിർ ഇല്ലാ മൻ തവല്ല വകഫർ. അല്ലാഹുവിന്റെ പ്രഖ്യാപനം അതാണ്. പറയുക എന്ന ഡ്യൂട്ടി മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പറയുക എന്ന ഡ്യൂട്ടി മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ബലാത്കാരമില്ല, അധികാരം ചെലുത്തേണ്ടതില്ല, ആരെയും നിർബന്ധിക്കേണ്ടതില്ല. ഈ സത്യത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക. കാരുണ്യത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തുക. ജാതി നോക്കേണ്ടതില്ല, മതം നോക്കേണ്ടതില്ല, വർഗം നോക്കേണ്ടതില്ല, വർണ്ണം നോക്കേണ്ടതില്ല, ഒന്നും നോക്കേണ്ടതില്ല. ഹൈന്ദവൻ വേദനിക്കുന്നുണ്ടോ? വേദന കറ്റാൻ പണിയെടുക്കുക. കഷ്ടപ്പെടുന്നവരുണ്ടോ? അവിടെ കഷ്ടപ്പാടുകൾ തീർക്കാൻ ശ്രമിക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാട് വിട്ട് പോകുമ്പോ ഇബ്നു ദഗന്ന കടന്നു വന്നിട്ട് തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, അയ്ന തുരീദിയ അബൂബക്കർ, അബൂബക്കറേ എങ്ങോട്ടാ നിങ്ങൾ പോകുന്നതെന്ന് ചോദിച്ച ഇബ്നു ദഗന്ന, പാവങ്ങളെ സഹായിക്കുന്ന നിങ്ങള്, കഷ്ടപ്പാടുകൾ ഏറ്റെടുക്കുന്ന നിങ്ങള്, പ്രശ്നങ്ങളെ അനുഭവിക്കുന്ന ആളുകൾക്ക് സാന്ത്വനമേകുന്ന നിങ്ങള് എവിടേക്ക് പോകുന്നു? ഫർജി, നിങ്ങൾ മടങ്ങണം. ഫഅബ്ദ് റബ്ബക് ബിബലദിക്, നിങ്ങളുടെ നാട്ടിൽ വെച്ച് നിങ്ങൾ അല്ലാഹുവിനെ ആരാധിച്ചോ. അനലക്, ഞാനുണ്ട് നിങ്ങൾക്ക് ജാറുൻ, അയൽവാസിയായി പ്രൊട്ടക്ഷൻ നൽകാനെന്ന് അബുസ്ലിമിന്റെ നാവുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കേട്ടത്. വിശ്വാസികളെ, പ്രതിബദ്ധതയുള്ള ഒരു മുസ്ലിമായി, മുഅ്മിനായി ജീവിച്ചതുകൊണ്ടാണ് എന്നറിയണം. അവസാന വാക്കിലേക്ക് പ്രവേശിക്കുക. ഈ വിചാരണ കഴിഞ്ഞ് സ്വർഗ നരകങ്ങളെ നിശ്ചയിക്കുമ്പോ സ്വർഗവും നരകവും വിശദീകരിക്കാൻ നിന്നാൽ ഏറെ പറയാനുണ്ട്. ഒരിക്കലും അതിന് സമയവും ആരോഗ്യവും എന്നെ സമ്മതിക്കുന്നില്ല. ഇത്രയും ശക്തിയെടുത്ത് സുഹൃത്തുക്കളെ സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ അപാരമായ തൗഫീക്കിനാൽ, റബ്ബിന്റെ അപാരമായ തൗഫീക്കിനാൽ നിങ്ങളുടെ മുമ്പിൽ ചില വാക്കുകൾ ശക്തമായി പ്രയോഗിച്ചു എന്ന് എനിക്ക് തോന്നുകയാണ്. അള്ളാഹു ഇത് കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഇത് സ്വീകരിക്കുമാറാകട്ടെ. ജാടകളില്ലാത്ത, പുറംപൂച്ചുകളില്ലാത്ത ദഅവത്തിന്, ജാടകളില്ലാത്ത, പുറംപൂച്ചുകളില്ലാത്ത ദഅവത്തിന് എന്റെ ശബ്ദം കേട്ടവരെ നിങ്ങൾ ഇറങ്ങാൻ തയ്യാറാവണം. മാധ്യമങ്ങൾ ഹിഡൻ അജണ്ടകൾ തയ്യാറാക്കുമ്പോ തെളിഞ്ഞു നിൽക്കുന്ന വ്യക്തതയുടെ, സുതാര്യതയുടെ, സുവ്യക്തമായ ഒരു ജീവിത ദർശനം സമൂഹത്തിന്റെ മുമ്പാകെ വെക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. നാളെ നരകമെന്ന് പറയുന്ന അഗ്നികുണ്ടാരത്തിൽ വീണുപോയാൽ പറഞ്ഞു പോകുന്ന ഒരൊറ്റ വാക്കുകൂടി ഞാൻ നിങ്ങളുടെ മുമ്പാകെ കൽപ്പിക്കുകയാണ്. വെള്ളത്തിനു വേണ്ടി
വല്ലാതെ വേദനിച്ചുകൊണ്ട് ആവശ്യപ്പെടുന്ന ഒരു രംഗം നരകത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഉമ്മമാരെ, പെങ്ങന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ശബ്ദം കേട്ടവരെ, ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് കുടിക്കാൻ തരുമ്പോ അതിലൊരു കറുത്ത പുള്ളി കണ്ടാൽ, വിഷമല്ല, ഒരു കറുത്ത പുള്ളി കണ്ടാൽ, ചോറ് വിളമ്പി വെച്ചതിന്റെ മുന്നിൽ ഒരു കറുത്ത വറ്റ് കണ്ടാൽ, ആ ഭക്ഷണത്തോടൊരു വലിയ ഒരു ഇഷ്ടക്കേട് തോന്നുന്ന നമുക്ക്, കുടിക്കാൻ തന്ന വെള്ളത്തിൽ ഒരു കറുത്ത പാട് കണ്ടാൽ, വിഷമല്ലെന്നറിഞ്ഞിട്ടും പ്രശ്നമില്ലെന്നറിഞ്ഞിട്ടും ഒരു അസ്വസ്ഥത തോന്നുന്ന നമുക്ക്, നരകത്തിന്റെ അഗ്നികുണ്ഡാരത്തിൽ കിടക്കേണ്ടി വന്നാൽ, ദൗർഭാഗ്യം ലഭ്യമായാൽ, അല്ലാഹു തരാതിരിക്കട്ടെ, അല്ലാഹു തരാതിരിക്കട്ടെ, അല്ലാഹു തരാതിരിക്കട്ടെ. സ്വർഗമത്തിന്റെ ഏതെങ്കിലും ഒരു കോർണറിൽ സ്വർഗത്തിലൊരു കൊട്ടാര നിനക്കുണ്ട് ഉമറേ എന്ന് പറഞ്ഞിട്ടും മരണത്തോടടുത്ത സമയത്ത് സ്വർഗത്തിന്റെ ഒരു മൂലയിൽ എനിക്കൊരു ചാൻസ് തരണമേ അല്ലാ എന്ന് യാചിക്കുന്ന പോലെ വിളിച്ചു പറഞ്ഞ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദത്തെ നമ്മൾ ഇന്നും കാതുകളിൽ അറിയാതെ അലയടിക്കുന്നത് പോലെ അനുഭവപ്പെടുന്നത് കൊണ്ടാണ് പറയുന്നത്. എന്ത്? സ്വർഗത്തിന്റെ ഒരു മൂലയിലെങ്കിലും അല്ലാഹു നമുക്ക് ചാൻസ് നൽകുമാറാകട്ടെ. ആ നരക ഓപ്പോസിറ്റ് നിൽക്കുന്ന നരകത്തിൽ നമ്മളെങ്ങാനും പെട്ടുപോവേണ്ടി വന്നാൽ, ഖസിറത് ദുനിയാ വൽ ആഖിറ, ദുനിയാവും പോയി ആഖിറത്തും പോയി. ഇവിടെ കഷ്ടപ്പെട്ടവരാ, നോട്ടീസ് ഒട്ടിക്കാൻ പോയവരാ, ബാനർ തൂക്കാൻ പോയവരാ, പോസ്റ്റർ പതിക്കാൻ പോയവരാ, ഹൈസെക്ക് സംഘടിപ്പിച്ചവരാ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ വിളിച്ച് ദീന് പറഞ്ഞു കൊടുക്കാൻ സംരംഭമൊരുക്കുന്നവരാ നമ്മൾ. സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം ക്ലാസ് സംഘടിപ്പിക്കുന്നവരാ, ഖുർആനും ഹദീസും പഠിപ്പിക്കാൻ ശ്രമം നടത്തുന്നവരാ. എന്നിട്ടെങ്ങാനും നമ്മൾ റബ്ബിന്റെ കോടതിയിൽ ചെന്നു നിന്ന് ആ നരകത്തിന്റെ അഗാധഗർത്തത്തിലേക്ക് അല്ലാഹു നമ്മളെ പിടിച്ചു വലിച്ചെറിയാൻ പറഞ്ഞാൽ, ഖസിറത് ദുനിയാ, ദുനിയാവ് പോയി, വല്ലാഖിറ, വരാനിരിക്കുന്ന പരലോകവും നഷ്ടപ്പെട്ടവരായി മാറും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകത്ത് കിടക്കുന്ന ആളുകൾ സ്വർഗത്ത് കിടക്കുന്ന ആളുകളോട് ചോദിക്കുക, കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? വേറെ ഒന്നും വേണ്ട, കുടിക്കാൻ കുറച്ച് വെള്ളം, നിങ്ങൾക്ക് തന്ന ഭക്ഷണത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് തന്ന് സഹായിക്കാൻ പറ്റുമോ? സ്വർഗത്ത് കിടക്കുന്ന ആളുകൾ പറയാണ്, ഹറമഹുമല്ലാഹ്, നിങ്ങൾ ചോദിക്കുന്ന വെള്ളവും ഭക്ഷണവും ഞങ്ങൾക്ക് തരാൻ പറ്റില്ല, അല്ലാഹു നിഷിദ്ധമാക്കിയതാണ്. ആരാ ചോദിക്കുന്നത്? നരകത്ത് കിടക്കുന്ന മകൻ, നരകത്ത് കിടക്കുന്ന ഭാര്യ, നരകത്ത് കിടക്കുന്ന ഉപ്പ, നരകത്ത് കിടക്കുന്ന ഉമ്മ, നരകത്ത് കിടക്കുന്ന ചേട്ടൻ, അനിയൻ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ. ഫ്രണ്ട്ഷിപ്പിന്റെ മായാവലയത്തിൽ ആരൊക്കെയുണ്ട് അവരൊക്കെ, നരകത്തിൽ ആരൊക്കെ പെട്ടുപോയിട്ടുണ്ട് അവർ. നോഹ് നബിയുടെ ഭാര്യ, അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യ, നോഹ് നബിയുടെ മകൻ, ലോത്ത് നബിയുടെ ഭാര്യ, ഇബ്രാഹിം നബിയുടെ ഉപ്പ, മുഹമ്മദ് നബിയുടെ കുടുംബത്തിൽ പലരും. സുബ്ഹാനല്ലാഹ്, ഇതൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ്. അല്ലാഹുവേ, നീ എത്ര പരിശുദ്ധനാ, ആരായിട്ടും ഫലമില്ല. ഏത് തങ്ങളുടെ, ഏത് ബീവിയുടെ, ഏത് ഹോജയുടെ, ഏത് മൗലവിയുടെ, ഏത് ഉസ്താദിന്റെ, ഏത് ഖതീബിന്റെ, ഏത് പണ്ഡിതന്റെ, ഏത് ഭാരവാഹിയുടെ മക്കളായിട്ടും കാര്യമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ നിന്ന് നരകത്തിലേക്ക് ആളുകളുണ്ട്. ഇബ്രാഹിം നബിയുടെ ഉപ്പ നരകത്തിലേക്കാണ്, അല്ലേ? നൂഹ് നബിയുടെ ഭാര്യയും മകനും നരകത്തിലേക്കാ. ലൂത്ത് നബി ഒരു നബിയായിട്ട് പോലും ആ നബിയുടെ ഭാര്യ നരകത്തിലേക്കാ. എന്നിട്ടാ നമ്മൾ സ്വന്തം തടി നഫ്സി നഫ്സി എന്ന് വിളിച്ചു പറയുന്ന അള്ളാഹുവിന്റെ കോടതിയിൽ ജേട്ടൻ നമുക്ക് താങ്ങായി വരില്ല, അനിയൻ നമുക്ക് താങ്ങായി വരില്ല, ഞാൻ അടിക്കാം വാഹനത്തിൽ പെട്രോൾ എന്ന് പറഞ്ഞ കൂട്ടുകാരൻ വരില്ല, ഇന്നത്തെ ടിക്കറ്റ് ഞാൻ എടുത്തോളാമെന്ന് പറഞ്ഞ് നിന്റെ സുഹൃത്തുക്കൾ ആരും വരില്ല, നിനക്ക് വേണ്ട സൗകര്യം ഞാൻ ഒരുക്കാമെന്ന് പറഞ്ഞ് നിന്റെ കൂട്ടുകാരികൾ ആരും വരില്ല, ആരും അറിയാൻ പോകുന്നില്ല, എല്ലാ കാര്യങ്ങളും മറച്ചു വെക്കാൻ എനിക്ക് കഴിയുമെന്ന് പറഞ്ഞ് നിന്നെ സഹായിച്ച രാക്ഷസന്മാർ ആരും കടന്നു വരില്ല. നീ അപകടത്തിൽപ്പെട്ടപ്പോ ഡ്രൈവർ സ്ഥാനം മാറ്റിവെക്കാൻ നിന്റെ കൂട്ടുകാരൻ നിനക്ക് ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഏറ്റെടുത്തുകൊള്ളാമെന്ന് പറഞ്ഞ കൊലപാതക കുറ്റം ചെയ്തവർ ഞാനാ ചെയ്തത് എന്ന ആളെ മാറ്റി നിർത്തി കോടതിക്ക് മുമ്പിൽ പറയുമ്പോ നിന്റെ ഹൃദയത്തെ മുറിച്ച് കീറി മുറിച്ചു നോക്കാൻ പറ്റിയ മെഷീനറി സംവിധാനമില്ലാത്ത ലോകത്ത് പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നിനക്ക് പ്രതിയാകാം, പ്രതിയെ നിരപരാധിയാക്കി രക്ഷപ്പെടുത്തി കൊണ്ടുവരാം. പക്ഷേ അള്ളാഹുവിന്റെ കോടതിയിൽ ഒരു കാരക്തക്കുരുവിന്റെ മുകളിൽ കാണുന്ന ഒരു പാടയിടത്ര പോലും അനീതി കാണിക്കാത്ത നീതിനിഷ്ഠമായ ഇവിടുത്തെ ഹൈക്കോടതിയല്ല, ഇവിടുത്തെ സുപ്രീം കോർട്ടല്ല, റബ്ബിന്റെ കോടതി, പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഇല്ലാത്ത റബ്ബിന്റെ മുന്നിൽ, കാലങ്ങളില്ലാത്ത അല്ലാഹുവിന്റെ മുന്നിൽ ഒരു കാരക്തക്കുരുവിന്റെ മുകളിൽ കാണുന്ന പാടയിടളവ് പോലും അനീതി കാണിക്കാത്ത റബ്ബിന്റെ കോടതിയിൽ ചെന്നു നിൽക്കണം.
ചെന്നു നിൽക്കണം. നിരപരാധികളായ പാവപ്പെട്ട മുസ്ലിങ്ങളെ കുറ്റവാളികളാക്കാൻ ശ്രമിക്കുന്നവരാരുണ്ടെങ്കിലും ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ മുന്നിലേക്ക് കരങ്ങൾ നീട്ടാം. ഇരുട്ടിന്റെ മറവിൽ പലതും ചെയ്ത് വെളിച്ചത്തിൽ അത് ഇന്ന ആളുകളാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തുന്നവർ ആരൊക്കെയുണ്ടോ, ഇതാ ഇവിടുത്തെ കോടതിക്കോ ഇവിടുത്തെ രാജ്യത്തിനോ ഈ ആധുനിക ലോകത്തിന്റെ ജീവിത സൗകര്യങ്ങൾക്കോ ഒരുപക്ഷെ സത്യസന്ധമായ തെളിവുകൾ നിരത്താൻ സാധിച്ചില്ലെന്ന് വന്നേക്കാം. പക്ഷേ അള്ളാഹുവിന്റെ കോടതിയിൽ പ്രതീക്ഷയർപ്പിക്കുന്നു, ക്ഷമിക്കുന്നു, സത്യവാന്മാരുടെ കൂടെ നിലയുറപ്പിക്കുന്നു. ഇല്ല, ഉള്ളും പുറവും ഒരുപോലെ ഇതൊരു തുറന്ന പുസ്തകമായി പ്രബോധനം മാത്രം ലക്ഷ്യം വെച്ച് ബാക്കിയുള്ള മനുഷ്യത്വപരമായ സർവ്വരംഗങ്ങളിലും മറ്റൊന്നും നോക്കാതെ മനുഷ്യ സൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ച് മാനവികതയ്ക്ക് ഏറ്റവും വലിയ പ്രാധാന്യം നൽകി മനുഷ്യത്വത്തിന് വില കൽപ്പിച്ച് മുറൂഇയ്യത്ത് ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ആ പദങ്ങൾക്ക് വില കൽപ്പിച്ച് ജീവിക്കണം മുസ്ലിങ്ങളെ. അതാണ് ഖുർആൻ നമ്മോട് ആഹ്വാനം ചെയ്തത്, അതാണ് ഹദീസ് നമ്മോട് ആഹ്വാനം ചെയ്തത്. അതേ നമുക്ക് പരലോകത്ത് വിജയം നൽകുകയുള്ളൂ. ഇതിനപ്പുറം ജീവിച്ച് ദുഷ്ടത ചെയ്ത് വികൃതി ചെയ്ത് ശിർക്ക് ചെയ്ത് തോന്നിവാസം ചെയ്ത് അതുപോലെ തന്നെ വൃത്തികേടുകളിൽ അകപ്പെട്ട് മരണാനന്തര റബ്ബിന്റെ കോടതിയിൽ നരകത്തിൽ ചെന്ന് വീണേണ്ടി വന്നാൽ അള്ളാഹു തരുന്നൊരു വെള്ളത്തെക്കുറിച്ച് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. മിൻ വരാഇഹി ജഹന്നം വയുസ്ഖാ മിൻ മാഇൻ സദീദ്. നരകത്തിൽ കടന്ന് പടയുന്ന വേശ്യയുടെ, തോന്നിവാസിയുടെ, മുശിരിക്കത്തിന്റെ, അള്ളാഹുവിൽ പങ്കുചേർത്തവരുടെ, കളവ് പറഞ്ഞവരുടെ, ക്രൂരത ചെയ്തവരുടെ, തമ്മാടിത്തം ചെയ്തവരുടെ, വൃത്തികേട് ചെയ്തവരുടെ, ഏറ്റവും കടുത്ത പാപമാകുന്ന ശിർക്ക് ചെയ്തവരുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന നീരി, ചലം, ചോര സർവ്വതും കൂടിക്കലർന്ന ജഹീം, ജഹന്നം, ലല്ലാ, ഹുതമ, വൈലു, സക്റിന്നാർ, ഈ പറയപ്പെട്ട നരകങ്ങളിൽ നിന്നൊക്കെ ഒലിച്ചിറങ്ങി നീരും ചലവും ചോരയും കൂടിക്കലർന്ന് നരകത്തിന്റെ അടിത്തട്ടിൽ കടന്ന് തിളച്ചു മറിയുന്ന മഞ്ഞ നിറത്തിലുള്ള വൃത്തികെട്ടവന്റെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന നീര് കോരിയെടുത്ത് മലക്കുകൾ ചോദിക്കുകയാണ്, നിനക്ക് കുടിക്കാൻ വെള്ളം വേണോ എന്ന് ചോദിച്ചുകൊണ്ട് അവന്റെ തൊണ്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. യതജറഉഹു വലാ യകാദു യുസീഉഹു വയഅതീഹിൽ മൗത്ത് മിൻ കുല്ലി മകാൻ വമാ ഹുവ ബിമയ്യിത്. തൊണ്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോ നാനാഭാഗത്തു നിന്നും അവന് മരണം, രണ്ടാമതൊരു മരണം വീണ്ടും പിടിച്ചു വലിക്കുന്നത് പോലെ വലിച്ചു മുറുക്കി തൊണ്ടയിൽ നിന്നിറങ്ങാതെ ഇതാ വേദനയ്ക്ക് മേൽ വേദന നൽകിക്കൊണ്ട് അവന് നരകത്തിലിട്ട് പൊരിച്ചു കളയുകയാണ്. എന്നാൽ ഒരിക്കലും അവന് മരണം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് അവസാനിപ്പിക്കുമോ? ഇല്ല. അതിനേക്കാൾ ശക്തമായ കഠിനമായ ശിക്ഷകൾ പിറകെ നൽകിക്കൊണ്ട് ആ ശാശ്വതമായി കിടക്കുന്ന അഗ്നികുണ്ടാരത്തിൽ നിന്നെ ജീവിക്കാൻ അനുവദിക്കാതെ, മരിക്കാൻ അനുവദിക്കാതെ ശിക്ഷയുടെ ഒരു വലിയ ലോകത്തേക്ക് കൊണ്ടുപോകുന്ന രംഗം സൂറത്ത് ഇബ്രാഹിം അതിന്റെ 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിജ്വാലയിൽ പിടഞ്ഞ് ആർപ്പ് വിളികൾ, അട്ടഹാസങ്ങൾ മുടക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനോട് ലോകരക്ഷിതാവ് ചോദിക്കുകയാണ്, വേണോ നിനക്ക് കുപ്പായം? സറാബീലുഹും മിൻ ഖത്റാൻ. താറുകൊണ്ടുണ്ടാക്കിയ കത്തിജ്വലിക്കുന്ന അഗ്നികുണ്ടാരത്തിലേക്ക് വലിയ മനുഷ്യനായി ആ തീക്കുണ്ടാരത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന് താറുകൊണ്ടുണ്ടാക്കിയ ഒരു കുപ്പായം അവന് കുപ്പായമായി അണിയിപ്പിച്ച് ആളി കത്തിപ്പിക്കുന്ന ഒരു നരകത്തെക്കുറിച്ച് ഓർക്കാൻ കഴിയുന്നുണ്ടോ ഉമ്മത്തെ? കഴിയുന്നുണ്ടോ? ചിന്തിക്കുക. ജീവിതം, മരണം, മരണാനന്തരം എന്ന ടോപ്പിക്കിൽ പ്രിയപ്പെട്ടവരെ ഒരു വലിയ ഓട്ടമാണ് ഞാൻ നടത്തിയത്. വിശദീകരിച്ചിട്ടില്ല, എവിടെയും എത്തിയിട്ടില്ല, സ്വർഗത്തെ പറഞ്ഞിട്ടില്ല, നരകത്തെ വിശദീകരിച്ചിട്ടില്ല. സഹിക്കാനാവാത്തതാണ് നരകം. ഓർക്കുക, ഒരിക്കലും ഊഹിക്കാനാവാത്തതാണ് സ്വർഗം. ഒരു കാതും ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത അനുഭൂതികളുടെ മായാലോകം എന്ന് പറയുമ്പോ യാഥാർത്ഥ്യ ലോകമാണ്. ഇന്നത്തെ ലോകത്ത് മായാലോകങ്ങളാണ്, അത് മരീചികയല്ല, വല്ലാത്ത യാഥാർത്ഥ്യ ലോകം. ഒരു കർണപുടങ്ങളും ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത, ഒരു നേത്രങ്ങളും ഇന്ന് വരെ കണ്ടാസ്വദിച്ചിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഈ നെഞ്ചുകൂട്ടുകൾക്കിടയിൽ കിടക്കുന്ന ഹൃദയമെന്ന് പറയുന്ന ഘട്ടത്തിന് ഇന്ന് വരെ ഭാവനയിൽ കൊണ്ടുവരാനാവാത്ത ഒരു വല്ലാത്ത ലോകം. ആ ലോകത്തിലേക്കാണ് അല്ലാഹു നമ്മെ
വിളിക്കുന്നത് ഏറ്റവും പൊറുക്കുന്നവനായ അല്ലാഹ്, ഏറെ ക്ഷമിക്കുന്നവനായ അല്ലാഹ്, ഏറെ മാപ്പ് കൊടുക്കുന്നവനായ അല്ലാഹ്. മദ്യപിച്ചവരെ, ജീവിതത്തിൽ അനർഹമായി സമ്പാദിച്ചവരെ, ജീവിതത്തിൽ അനർഹമായി പലതും നേടിയവരെ, അന്യ സ്ത്രീകളെ സമീപിച്ചവരെ, അവരോട് അനർഹമായി സംസാരിച്ചു പോയവരെ, അന്യമായ പെരുമാറ്റം നടത്തിയവരെ, ദീനിന്റെ ചട്ടക്കൂട്ടിൽ നിന്ന് പുറത്തു ചാടിയവരെ, ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു ഇന്ന റബ്ബക ലബിൽ മിർസാദ്, പതിസ്ഥാനത്തിരുന്ന് എല്ലാം വീക്ഷിക്കുന്ന ഒരു രക്ഷിതാവുണ്ടെന്നറിഞ്ഞിട്ടും പേടികൂടാതെ ജീവിച്ചവരെ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ഓവുചാലിൽ വീണ് കിടക്കുന്നവരെ, റോഡ് സൈഡിൽ ജീവിതം തള്ളി നീക്കിയവരെ, ഭാര്യക്കും അതുപോലെ തിരിച്ച് ഉമ്മക്കുമൊക്കെ ഒരു ശാപമായി ലോകത്തിന്റെ ഭൂമിക്ക് മണ്ണിൽ ജീവിച്ച് ജീവിതം തള്ളി നീക്കിയവരെ, ഇതൊക്കെ ആസ്വാദനത്തിന്റെ ലോകമാണ് എന്ന് വിചാരിച്ചവരെ, കൂട്ടുകാരന്മാരാണ് എനിക്ക് എല്ലാമെന്ന് വിചാരിച്ചു പോയവരെ, മടങ്ങോ ജീവിതത്തിന്റെ യാഥാർത്ഥ്യ മുഖങ്ങളിലേക്ക്. അറിയോ ജീവിതത്തിനപ്പുറമുള്ള ഒരു ലോകത്തെക്കുറിച്ച്. പഠിക്കൂ മരണാനന്തരമുള്ള അപ്പുറമുള്ള ഒരു ജീവിതത്തെക്കുറിച്ച്. കേട്ട് വായിച്ച് പഠിക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കൂ ജീവിതത്തിന്റെ അപ്പുറം നിൽക്കുന്ന ഒരു മരണാനന്തരമുള്ള ജീവിതത്തെക്കുറിച്ച്. ഇതായിരുന്നു ജീവിതത്തിന്റെ എല്ലാമെങ്കിൽ ഈ ജീവിതത്തിനൊരർത്ഥമില്ലായിരുന്നു എന്ന ഒരൊറ്റ വാക്ക് മാത്രമേ ഞാൻ